നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകൾ, മറ്റ് ആപ്ലിക്കേഷൻസുകളൊക്കെ മറ്റാരും കാണാത്ത രൂപത്തിൽ എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുക എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ മൊബൈലിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ, അതായത് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പുകൾ, അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകളും ഓഡിയോസുകളും എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുക എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഉപകാരപ്പെടാതിരിക്കില്ല. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓഡിയോ മാനേജർ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന കുറേ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഓഡിയോ മാനേജർ എന്നൊരു എഴുത്ത് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് പിൻ നമ്പർ കൊടുത്ത് ഇത് സെക്യൂറായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പിൻ നമ്പർ സെലക്ട് ചെയ്യാണ്. ഇവിടെ ഓൾറെഡി 48 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള ഒരു പാസ്വേഡ് ഇവിടെ 4 അക്ക പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് സേവ് കൊടുക്കുകയാണ്. തുടർന്ന് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. രണ്ടാമത് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ്, അതായത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു റിക്കവറി ഇമെയിൽ ID നിങ്ങൾക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആ മെയിലിലേക്ക് ഇതിൻ്റെ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്കവറി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർമിഷൻ ഇപ്പോൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഓഡിയോ മാനേജർ ലോങ് പ്രസ് ചെയ്യാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, മ്യൂസിക്കുകൾ, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫയൽ മാനേജർ വരെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ഫോട്ടോസുകൾ, വീഡിയോസുകൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഓഡിയോസുകൾ എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ഇവിടെ മ്യൂസിക് എന്ന മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ ആൽബം എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗാലറി നിങ്ങൾ കാണാൻ സാധിക്കും. ഗാലറി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ മൊത്തമായിട്ടും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഹൈഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പ് കൂടി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനൊരു ക്ലിപ്പ് ഇവിടെ ഹൈഡ് ചെയ്യാണ്. ഞാനവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഹൈഡ് സെലക്ട് ഫയൽ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ന്യൂ ആൽബം എന്ന ആ ഫോൾഡറിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ച ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഇവിടെയുണ്ട്. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മുടെ ഗാലറിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് തിരികെ ഗാലറിയിൽ ഈ ഓഡിയോ ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പിൽ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് താഴെ അൺഹൈഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് അൺഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നിങ്ങളുടെ ഗാലറിയിലേക്ക് തിരികെ വന്നിട്ടുണ്ടാകും. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ, അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത ക്ലിപ്പുകൾ, അതുപോലെ തന്നെ ഫോട്ടോസുകൾ, വീഡിയോസുകൾ, മറ്റു കാര്യങ്ങളൊക്കെ മറ്റാരും കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിൽ പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ട്രിക്കാണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.